ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്തെ ബ്രിക്കിൻ്റെ മുകളിൽ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് അതിൽ MLC പൈപ്പ് പ്ലംബിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലംബിങ് വർക്ക് താഴെ ഇറങ്ങി ഫ്ലോറിൽ കൂടി പോകുന്ന എല്ലാ കണക്ഷനുകളുടെയും പ്ലംബിങ് വർക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രെയിമിൽ ചെയ്തിട്ടുള്ള പ്ലംബിങ് വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ MLC പ്ലംബിങ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടാങ്കിൻ്റെ അവിടെ നിന്ന് 2 ടാങ്ക് ലൈനും 2 മോട്ടർ ലൈനും ഒരു പ്രഷർ പമ്പിൻ്റെ ലൈൻ, ഒരു ഹോട്ട് വാട്ടർ, ഒരു റിവേഴ്സ് പ്ലംബിങ്ങിൻ്റെ ലൈനാണ് ഇറങ്ങിയിട്ടുള്ളത്. ബാലൻസ് ഉള്ള ലെഫ്റ്റിലെ പൈപ്പുകൾ എല്ലാം തന്നെ ബാത്റൂമിലേക്കുള്ളതാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ 1.5 ഇഞ്ച് പൈപ്പാണ് ഒരു ടാങ്ക് ലൈൻ വരുന്നത്. അതായത് പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ടാങ്ക് ലൈൻ. പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റാണ് ഈ കാണുന്ന 1 ഇഞ്ച് പൈപ്പ്. ഇവിടെ ജിൻഡാലിൻ്റെ MLC പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത് വരുന്നത് 1.25 ഇഞ്ച് പൈപ്പാണ്. ഇത് ബോർവെല്ലിൻ്റെ കണക്ഷനാണ്. അടുത്ത 1 ഇഞ്ച് പൈപ്പ് കിണറ്റിൽ നിന്നുള്ള മോട്ടറിൻ്റെ കണക്ഷനാണ്. ഈ 1.5 ഇഞ്ച് പൈപ്പ് അടുത്ത ടാങ്ക് ലൈനാണ്. അതായത് പ്രഷർ പമ്പ് ആവശ്യമില്ലാത്ത ഏരിയകളിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള പൈപ്പാണ്. ഔട്ട് സൈഡിലുള്ള ടാപ്പുകൾ, അതുപോലെ കോമൺ ബാത്റൂം, പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ചില കണക്ഷനുകളാണ് ഈ ലൈനിൽ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന 1 ഇഞ്ച് പൈപ്പ് വയറിംഗ് പൈപ്പാണ്. ഇത് മുകളിലേക്കുള്ള കണക്ഷൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത് വരുന്ന 1 ഇഞ്ച് പൈപ്പ് ഹീറ്റ് പമ്പിൻ്റെ ഔട്ട്പുട്ടാണ്. അതുപോലെ അത് കഴിഞ്ഞ് വരുന്ന 1 ഇഞ്ച് പൈപ്പ് റിവേഴ്സ് പ്ലംബിങ്ങിൻ്റെ ലൈനാണ്. അത് കഴിഞ്ഞ് വരുന്ന 1 ഇഞ്ച് പൈപ്പ് പ്രഷർ പമ്പിൻ്റെ ഔട്ട്പുട്ട് ലൈനാണ്. അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന 4 ഇഞ്ച് റെയിൻ വാട്ടറിൻ്റെ, അടുത്ത 4 ഇഞ്ച് മുകളിലത്തെ ബാത്റൂമിൻ്റെ സോയിൽ പൈപ്പ്, അടുത്ത് വരുന്ന 2.5 ഇഞ്ച് പൈപ്പ് മുകളിലത്തെ ബാത്റൂമിൻ്റെ വേസ്റ്റ് ലൈൻ. ഈ കാണുന്ന 1.25 ഇഞ്ച് പൈപ്പാണ് മുകളിലത്തെ ബാത്റൂമിൻ്റെ കോൾഡ് വാട്ടറിൻ്റെ ലൈൻ. അത് കഴിഞ്ഞ് വരുന്നത് ഹോട്ട് വാട്ടറിൻ്റെ ലൈൻ. ഈ പൈപ്പ് നമുക്ക് വരുന്നത് മുകളിലെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കിന് അഡീഷണൽ ടാങ്ക് ലൈൻ കയറ്റിയിട്ടുള്ളതാണ്. അതായത് ഉള്ളിൽ വാൽവ് വേണ്ട, പുറത്ത് വാൽവ് വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അഡീഷണൽ ടാങ്ക് ലൈൻ കയറ്റാണ് ചെയ്തത്. മുകളിലെ ബാത്റൂമിൻ്റെ റിവേഴ്സ് പ്ലംബിങ് ലൈൻ അവിടെ തന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഒരു ബാത്റൂമിൻ്റെ ഇൻലെറ്റുകളാണ്. ഇതിൽ വരുന്നത് കോൾഡ് വാട്ടർ, ഹോട്ട് വാട്ടർ, ഒരു റിവേഴ്സ് പ്ലംബിങ്ങിൻ്റെ ലൈൻ. വാൽവ് വെച്ചിട്ടുള്ളത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൻ്റെ ലൈനാണ്. പിന്നെ വരുന്നത് 2.5 ഇഞ്ച് വേസ്റ്റ് ലൈൻ, 4 ഇഞ്ച് ക്ലോസറിൻ്റെ ലൈൻ. അതിൻ്റെ അടുത്ത് റണ്ണിങ് പോയിട്ടുള്ള സ്റ്റീം പൈപ്പ് ഔട്ട് സൈഡ് ടാപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള പൈപ്പാണ്. മുകളിൽ നിന്ന് MLC ഇറക്കിയിട്ട് റണ്ണിങ് ഓടിച്ചിട്ടുള്ളത് സ്റ്റീം പൈപ്പാണ്. ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ കണക്ഷൻ പോകുന്നത് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പോണ്ട് വരുന്നുണ്ട്, അതിൻ്റെ ഇൻലെറ്റാണ്. 1.25 ഇഞ്ച് പൈപ്പ് ഇവിടെ ക്രോസ് ആയിട്ടാണ് നമ്മുടെ ബോർവെല്ലിലേക്കുള്ള കണക്ഷനായിട്ട് പോകുന്നത്. ഫിനിഷിംഗ് ലെവലിൽ ബോർവെല്ലിൻ്റെ വൃത്തികേട് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചേമ്പർ കെട്ടിയിട്ടുള്ളത്. ഈ ബോർവെല്ല് കട്ട് ചെയ്ത് ഇറക്കുന്നതാണ്. ഇവിടുന്ന് ഈ പോകുന്ന പൈപ്പുകൾ കിച്ചൻ്റെ സൈഡിലേക്കാണ്. ഭാവിയിൽ എന്തെങ്കിലും കണക്ഷനുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റീം പൈപ്പ് അവിടെ ടീ ഇട്ട് ക്യാപ്പ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ഇവിടെ ടാങ്ക് ലൈനിലെ വാൽവുകളുടെ കാര്യം ഞാൻ പറയാൻ മറന്നു. ഇതിൽ പ്രഷർ പമ്പിൻ്റെ ലൈൻ ഈ കാണുന്ന ടാങ്ക് ലൈനിലാണ് നമ്മൾ താഴെ കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രഷർ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വാൽവ് ഓണും അതുപോലെ ഈ ടാങ്ക് ലൈനിൻ്റെ വാൽവ് ഓഫും ആയിരിക്കണം. അതായത് ഇത് ബൈപ്പാസ് കണക്ഷനാണ്. നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് ടാങ്കിൻ്റെ വാൽവ് ഓൺ ആക്കിയിട്ട് പ്രഷർ പമ്പിൻ്റെ വാൽവ് നമ്മൾ ഓഫ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ ആ ലൈനിലേക്ക് വെള്ളം കിട്ടുകയുള്ളൂ. ഇത് നമുക്ക് NRV വെച്ചിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ NRV വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് വർക്കിംഗ് ആയിട്ട് വരുന്നില്ല. പല സമയത്തും NRV കംപ്ലൈൻ്റ് ആയിട്ട് ഈ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ബൈപ്പാസ് കണക്ഷൻ മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഇവിടുത്തെ അടുത്ത ബാത്റൂമാണ്. അടുത്ത ബാത്റൂമിൻ്റെ ഇൻലെറ്റുകളാണ് ഈ കയറിയിട്ടുള്ളത്. ഒരെണ്ണം കോൾഡ് വാട്ടർ, ഒരെണ്ണം ഹോട്ട് വാട്ടർ, ഒരെണ്ണം റിവേഴ്സ് പ്ലംബിങ് ലൈൻ. മുകളിലേക്ക് കയറിയിട്ടുള്ളത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൻ്റെ ഇൻലെറ്റാണ്. അത് കഴിഞ്ഞാൽ ഇതിൽ 3 പൈപ്പുകൾ മുകളിലത്തെ ബാത്റൂമിലേക്കാണ് കയറുന്നത്. അതായത് കോൾഡ് വാട്ടർ, ഹോട്ട് വാട്ടർ, റിവേഴ്സ് പ്ലംബിങ്ങിൻ്റെ ലൈൻ. പിന്നെ നേരെ പോകുന്ന പൈപ്പ് മോട്ടർ ലൈനാണ് 1 ഇഞ്ചിൻ്റെ. ഇതിൽ വാൽവ് വെച്ചിട്ടുള്ള പൈപ്പ് മുകളിലുള്ള ബാത്റൂമിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൻ്റെ ഇൻലെറ്റാണ്.
ഇവിടെ നമുക്ക് ഔട്ട് സൈഡ് ഒരു ടാപ്പ് വരുന്നുണ്ട്. ഈ പോകുന്ന 2 പൈപ്പിൽ ഒരെണ്ണം മോട്ടറിൻ്റെയും ഒരെണ്ണം കാർപോർട്ടിൻ്റെ അവിടെ ഒരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. അതിൻ്റെ കണക്ഷനാണ്. മോട്ടർ ലൈൻ നമ്മൾ കിണറിൻ്റെ അവിടെ ഇങ്ങനെയാണ് കൊടുന്ന് നിർത്തിയിട്ടുള്ളത്. ഈ മോട്ടർ ലൈനിൽ തന്നെയാണ് സമ്പിൻ്റെ മോട്ടർ ലൈൻ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മോട്ടർ ലൈനിൻ്റെ എൻഡിൽ NRV ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ സമ്പിൽ നമ്മൾ NRV ഇട്ടിട്ടുണ്ട്. അതായത് കിണറിൻ്റെ മോട്ടർ അടിക്കുമ്പോൾ സമ്പിലേക്ക് വെള്ളം കയറാതിരിക്കാനും സമ്പിലെ മോട്ടർ അടിക്കുമ്പോൾ ഈ കിണറിൻ്റെ പൈപ്പിലേക്ക് വെള്ളം കയറാതിരിക്കാനാണ് NRV ഇട്ടിട്ടുള്ളത്. ഒരേ സമയം നമ്മൾ ഈ 2 മോട്ടറും അടിക്കരുത്. ഏതെങ്കിലും ഒന്നാണ് അടിക്കാൻ പാടുകയുള്ളൂ. ഇവിടുന്ന് പോകുന്ന ഈ 2 പൈപ്പുകളിൽ ഒന്ന് കാർപോർട്ടിൻ്റെ അടുത്ത ടാപ്പ് പോയിൻറ്റും ഒരെണ്ണം സമ്പിലേക്കുള്ള മോട്ടർ ലൈനാണ്. സമ്പിലേക്കുള്ള പൈപ്പുകൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സ്ലീവ് ഇട്ടിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. സമ്പിലേക്ക് 3 പൈപ്പാണ് വന്നിട്ടുള്ളത്. ഒന്ന് മോട്ടർ ലൈൻ്റെ പൈപ്പും ഒരെണ്ണം ഈ സമ്പിൻ്റെ എയർ പൈപ്പ്, ഒരെണ്ണം സമ്പിൻ്റെ ഇൻലെറ്റ് കോർപ്പറേഷൻ വാട്ടറിൻ്റെ. ഇനി നമുക്ക് സമ്പിൻ്റെ ഉൾഭാഗത്തെ കണക്ഷനുകൾ നോക്കാം. സമ്പിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കിണറിൻ്റെ അവിടെ ചെയ്ത പോലെ തന്നെ മോട്ടറിൻ്റെ ലൈനിലൊരു NRV ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻറ്ററിൽ കാണുന്ന 1.5 പൈപ്പ് ടാങ്കിൻ്റെ എയറാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന 3/4 പൈപ്പ് സമ്പിൻ്റെ ഇൻലെറ്റാണ്. അതിൽ നമുക്കൊരു ഫ്ലോട്ട് വാൽവ് ഇടാനുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് കിച്ചൻ്റെ സൈഡിലേക്ക് പോകുന്ന പൈപ്പുകൾ എങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് നോക്കാം. ഇവിടെ പൈപ്പുകൾ നമുക്ക് സ്ട്രെയിറ്റ് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടെ ഒരു പോണ്ട് വരുന്നുണ്ട്. ഈ പോണ്ട് ഭിത്തിയോട് ചേർന്നിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഓഫ്സെറ്റ് അടിച്ചിട്ടാണ് പൈപ്പ് അപ്പുറത്തെ സൈഡിലേക്ക് എടുത്തിട്ടുള്ളത്. അതായത് വീടിൻ്റെ അകത്തുകൂടിയാണ് ഈ പൈപ്പ് ഓഫ്സെറ്റ് അടിച്ച് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ താഴ്ചയുണ്ട്. ഇവിടുത്തെ ഫ്ലോർ ലെവൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പൈപ്പ് താഴ്ന്നു പോയിട്ടുള്ളത്. ഇവിടെ വരെ പ്ലംബിംഗ് വർക്ക് ചെയ്തതിനു ശേഷം വെൻ്റ് ഗ്യാപ്പ് ഇട്ട് ക്ലോസ് ചെയ്യാണ് ചെയ്തത്. അതായത് പണിത ഏരിയയിലത്തെ വാട്ടർ ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ സ്റ്റീം പൈപ്പിൽ 3 കണക്ഷനാണ് വരുന്നത്. ഒരെണ്ണം മുകളിലെ ടാപ്പ് പോയിൻ്റ്, ഒരെണ്ണം ഈ പോണ്ടിൻ്റെ ഇൻലെറ്റ്, ഒരെണ്ണം വരുന്നത് ഈ കോമൺ ബാത്റൂമിൻ്റെ കണക്ഷനാണ്. പിന്നെ വരുന്ന 3 MLC പൈപ്പ് ഇവിടെ തന്നെ ഒരു മെയിൻ വാഷ് ബേസും വരുന്നുണ്ട് ഡൈനിങ്ങിൻ്റെ. അതിൻ്റെ ഇൻലെറ്റാണ്. ഒരെണ്ണം റിവേഴ്സ് പ്ലംബിങ്, ഒരെണ്ണം ഹോട്ട് വാട്ടർ, ഒരെണ്ണം കോൾഡ് വാട്ടർ. പോണ്ടിലേക്കുള്ള ഇൻലെറ്റാണ് ഈ വാൽവ് വെച്ചിട്ടുള്ള പൈപ്പ്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞ ഏരിയയിലത്തെ വാട്ടർ ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസുള്ള വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കിച്ചൻ്റെ സൈഡിലൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഈ വർക്ക് ഏരിയ കുറച്ച് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പൈപ്പ് ലൈനുകൾ ഇങ്ങനെ ഓഫ്സെറ്റ് അടിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. ഈ നിൽക്കുന്ന കണക്ഷനുകൾ കിച്ചണിലെ സിങ്കിലേക്കുള്ളതാണ്. കിച്ചണിലെ സിങ്കിൻ്റെ കാര്യം തീരുമാനമാവാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്. ഇവിടെ 2 കിച്ചണാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്, ഒരു വാഷ് ബേസും വരുന്നുണ്ട്, പുറത്തൊരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു സെർവൻറ്റ് ബാത്റൂമിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ സ്റ്റീം പൈപ്പിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിങ്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. സിങ്കിൻ്റെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്.
സിങ്കിൻ്റെ അവിടേക്ക് കയറിയിട്ടുള്ള സ്റ്റീം പൈപ്പ് ഫിൽറ്ററിലേക്കുള്ള കണക്ഷനാണ്. അതുപോലെ ബാലൻസ് വരുന്ന MLC പൈപ്പ് ഒരെണ്ണം ഹോട്ടും ഒരെണ്ണം കോൾഡ് വാട്ടറുമാണ്. റിവേഴ്സ് പ്ലംബിങ്ങിൻ്റെ ലൈൻ താഴെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കണക്ഷനുകൾ വരുന്നത് ഈ കോർണറിൽ നമുക്കൊരു സിംഗിൾ വേ ഡൈവേർട്ടർ വരുന്നുണ്ട്. അതായത് ഈ സൈഡിലൊരു പട്ടിക്കൂട് വരുന്നുണ്ട്. അപ്പോൾ പട്ടിയെ കുളിപ്പിക്കാൻ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സിംഗിൾ വേ ഡൈവേർട്ടർ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഈ സിംഗിൾ വേ ഡൈവേർട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹോട്ട് വാട്ടറും റൈറ്റ് സൈഡിൽ കോൾഡ് വാട്ടർ ഒരു സ്പൗട്ടിൻ്റെ പോയിൻ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് സ്പൗട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓസ് കണക്ട് ചെയ്തിട്ടും പട്ടിയെ കുളിപ്പിക്കാവുന്നതാണ്. താഴെ കൊടുത്തിട്ടുള്ള ഈ കണക്ഷൻ വരുന്നത് റിവേഴ്സ് പ്ലംബിങ്ങിൻ്റെ ലൈനിലേക്കാണ്. റിവേഴ്സ് പ്ലംബിങ്ങിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഫ്ലാറ്റ് പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത കണക്ഷൻ വരുന്നത് ഇവിടെ ഒരു മിഡ് സ്റ്റീമറിൻ്റെ റൂം വരുന്നുണ്ട്. ആ റൂമിലേക്കുള്ള ഇൻലെറ്റാണ്. അത് നമ്മൾ സ്റ്റീം പൈപ്പിൽ നിന്നാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. മിഡ് സ്റ്റീമർ വയ്ക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഫ്ലാറ്റ് പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത കണക്ഷൻ നമുക്ക് വരുന്നത് ഉള്ളിലൊരു വാഷ് ബേസിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ സ്റ്റീം പൈപ്പിൻ്റെ ലൈനിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വരുന്ന കണക്ഷൻ വർക്ക് ഏരിയയിൽ നമുക്കൊരു വാഷിംഗ് മെഷീനും ഒരു ഡിഷ് വാഷറും വരുന്നുണ്ട്. അതിൻ്റെ ഇൻലെറ്റിൻ്റെ കണക്ഷനാണ്. അടുത്ത് വരുന്ന കണക്ഷനുകൾ ഇവിടുത്തെ മെയിൻ കിച്ചൻ്റെ സിങ്കിൻ്റെ കണക്ഷനാണ്. ഈ സിങ്കിൻ്റെ അടിയിൽ നമുക്ക് ഫിൽറ്റർ വരുന്നുണ്ട്. ഫിൽറ്ററിലേക്കുള്ള കണക്ഷനാണ് സ്റ്റീം പൈപ്പിന് കയറിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് വരുന്ന ബാലൻസ് 2 പൈപ്പാണ് ഹോട്ട് ആൻഡ് കോൾഡിൻ്റെ പൈപ്പുകൾ. റിവേഴ്സ് പ്ലംബിങ്ങിൻ്റെ ലൈൻ ഇവിടെ താഴെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹോട്ട് വാട്ടറിൻ്റെ ലൈനിലാണ് നമ്മൾ റിവേഴ്സ് പ്ലംബിങ്ങിൻ്റെ ലൈൻ കണക്ട് ചെയ്യുന്നത്. ഈ സ്റ്റീം പൈപ്പ് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് ഇവിടെ ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. അതിലാണ് കണക്ട് ആയിട്ടുള്ളത്. ഇനി ഭാവിയിൽ എന്തെങ്കിലും കണക്ഷനുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടീ ഇട്ടിട്ട് എൻഡ് ചെയ്യപ്പെട്ട് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഫ്ലോറിലെ വാട്ടർ ലൈനുകളുടെ പ്ലംബിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതൊരു 6000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ പ്ലംബിംഗ് വർക്കാണ്. ഇവിടുത്തെ എല്ലാ പ്ലംബിംഗ് വർക്കിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ MLC പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഓണാക്കി അതിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് കിടപ്പുണ്ട്. പുതിയ ആരെയും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.